അയ്യ വണക്കം. ഡൽഹി സ്ഫോടനം നടത്തിയ ആൾക്കാരും ഇതിന് പിന്നിൽ ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ ഇവന്മാരെ സമ്പൂർണ്ണമായിട്ടും നശിപ്പിച്ച് നാറാണക്കല്ലെടുക്കും എന്നാണ് കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞത്. പക്ഷേ അമിത്ഷാ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത് ലോകത്തിന് തന്നെ ഒരു സന്ദേശമായിരിക്കും എന്നാണ് അമിത്ഷാ പറഞ്ഞത്. എങ്ങനെയാണ്? ലോകത്തിന് തന്നെ ഒരു സന്ദേശം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു. എൻ്റെ മുമ്പത്തെ സ്റ്റോറിയൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. ഞാൻ ഈ സ്ഫോടനം നടന്ന് അടുത്ത ദിവസം തന്നെ ഒരു വാർത്ത ചെയ്തിരുന്നു. ആ വാർത്തയിലുള്ളത് ഈ ഡൽഹി സ്ഫോടനം നടന്നു കഴിഞ്ഞ ശേഷം 3 രാജ്യങ്ങൾ കത്തുന്നു എന്നുള്ളതായിരുന്നു ആ വാർത്ത. ആ 3 രാജ്യങ്ങൾ കത്തുന്നു എന്നുള്ളൊരു വാർത്തയിൽ ഒന്ന് ഓഫ് കോഴ്സ് പാകിസ്ഥാനാണ്. കാരണം ഈ പാകിസ്ഥാനിൽ ഡൽഹി സ്ഫോടനം നടന്നതിന് ശേഷം ഇസ്ലാമാബാദിൽ ഒരു വലിയ ബോംബ് ബ്ലാസ്റ്റ് നടന്നു. അതിൽ ഒരുപാട് പേർ കൊല്ലപ്പെട്ടു. പിന്നെ ബംഗ്ലാദേശാണ്. അവിടെ ഇപ്പോൾ ധാക്ക അടച്ചുപൂട്ടി. കാരണം ഗംഭീര കലാപമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കലാപവും തീവയ്പ്പും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് ഒരു ചെയിൻ ഓഫ് ബോംബ് ബ്ലാസ്റ്റ് അവിടെ നടന്നു കഴിഞ്ഞു മൊത്തത്തിൽ. പിന്നെ തുർക്കിയുടെ ഒരു വിമാനം അത് അസർബൈജാൻ ജോർജിയ അതിർത്തിയിൽ തകർന്ന് തരിപ്പണമായി 20 പട്ടാളക്കാർ മരിച്ചു. എങ്ങനെ തകർന്നെന്നോ ഏത് തകർന്നെന്നോ ആര് തകർത്തെന്നോ ആർക്കും അറിയില്ല. ആകസ്മികം, അജ്ഞാതം. ഇതാണ് സംഭവം. പാകിസ്ഥാനിലേക്ക് ചരക്ക് കൊണ്ടുപോകുന്ന ഒരു സൈനിക വിമാനമായിരുന്നു തകർന്നത് എന്നുള്ളതാണ് അഭ്യൂഹം. എർദോഗൻ ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഞാൻ ഭയങ്കര വിഷമത്തിലാണ് എന്ന് എർദോഗൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സീൻ എന്ന് പറയുന്ന സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും നമ്മുടെ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് കണ്ടെത്തിയത് ഈ കോൺസ്പിറസി നടത്തിയ സകല ആൾക്കാരും മുസമ്മൽ, ഉമർ നബി, ഷാഹിന അല്ലെങ്കിൽ ഷഹീദ, ഇവരും പിന്നെ ഇവരുടെ സകല കൂട്ടാളികളും ഈ അൽ ഫല യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഈ യൂണിവേഴ്സിറ്റിയും എല്ലാം ഇതിൽ പങ്കാളികളാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവന്മാരുടെ കോൺസ്പിറസി നടന്നിരിക്കുന്നത് തുർക്കിയിൽ വെച്ചാണ്. അത് പ്ലാൻ ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനാണ്. എക്സിക്യൂഷൻ നടന്നിരിക്കുന്നത് ഇന്ത്യയിലാണ്. ഇതാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ബീഹാർ ഇലക്ഷനിൽ ഇത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബീഹാർ ഇലക്ഷനിൽ ഇത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ ഈ ബ്ലാസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു സ്വാധീനം ചെലുത്താം എന്ന് ഞാൻ പറയും. കാരണം ഒരു ബ്ലാസ്റ്റ് നടക്കുന്നു. ആ ബ്ലാസ്റ്റ് നടക്കുന്ന സമയത്ത് തന്നെ സർക്കാർ കണ്ടുപിടിക്കുന്നു ഇതാരാണെന്ന്. അതാണ് പോയിൻ്റ്. അതായത് ഇതാരാണിത് നടത്തിയത്. ഈ കണ്ടുപിടിക്കാനുള്ള അന്വേഷണത്തിൻ്റെ ഇടയിലാണ് ഈ ബ്ലാസ്റ്റ് നടക്കുന്നത് നമുക്കറിയാലോ. അതായത് ജമ്മു കാശ്മീരിലെ ഒരു പോസ്റ്റർ പതിക്കുന്നു, ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു പോസ്റ്റർ പതിക്കുന്നു. കോൺഗ്രസ് സർക്കാരാണെന്നെങ്കിൽ പറയും ഒരു പോസ്റ്ററല്ലേ കീറി കളഞ്ഞേരെന്ന് പറയും. പക്ഷേ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ഇതാരടാ പതിച്ചത് എന്ന് അന്വേഷിച്ച് പോവുകയാണ്. അന്വേഷണം നേരെ ഫരീദാബാദിലെത്തി, അൽഫല യൂണിവേഴ്സിറ്റിയിലെത്തി. അവിടെ നിന്ന് ബോംബിലേക്കെത്തി. 2 റെയ്ഡ് നടന്നു. 2900 kg സ്ഫോടക വസ്തുക്കൾ കണ്ടെടുക്കുന്നു. 350 kg അമോണിയം നൈട്രേറ്റ് വേറൊരു സ്ഥലത്ത് നിന്ന് കണ്ടെടുക്കുന്നു. റൈസിൻ എന്ന് പറയുന്ന പോയിസൺ ഉണ്ടാക്കാനുള്ള പദ്ധതി കണ്ടെടുക്കുന്നു. ഷഹീദയിലേക്ക് എത്തുന്നു, ഷാഹിനയിലേക്ക് എത്തുന്നു, പോരാത്തതിന് ഉമർ നബിയിലേക്ക് എത്തുന്നു. അങ്ങനെ പല ആൾക്കാരിലേക്കും എത്തി എല്ലാം തൂക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തന്മാരുമായിട്ട്. അങ്ങനെ തൂക്കുന്ന സാഹചര്യത്തിൽ ഈ സ്ഫോടക വസ്തു സൂക്ഷിച്ചിരുന്ന ഉമർ നബി ഇതെടുത്ത് കിട്ടിയ ചട്ടിയും കൊട്ടയൊക്കെ ആയിട്ട് ഇത് എടുത്തിട്ടിട്ട് I-20 കാറിൽ ഇങ്ങനെ പാഞ്ഞു പോവുകയാണ്. പുറകെ പോലീസുണ്ട്. കശ്മീർ പോലീസിൻ്റെ ഒരു ട്വീറ്റ്, ഇവൻ ബോംബ് സ്ഫോടനം നടത്തുന്നതിന് മുമ്പേ, അതായത് 1 മണിക്കൂറോ അരമണിക്കൂറോ മുമ്പേ വന്നു കഴിഞ്ഞു, നീ എവിടെ പോയി ഒളിച്ചാലും പൊന്നുമോനെ നിൻ്റെ പുറകെ ഞങ്ങളുണ്ട് എന്നായിരുന്നു ആ ട്വീറ്റ്. അപ്പോൾ ആ ട്വീറ്റ് വന്നു കഴിഞ്ഞ ശേഷം ഒരുപക്ഷെ ഇയാൾക്ക് മനസ്സിലായിരിക്കണം ഞാൻ എന്തായാലും പെടും. അങ്ങനെയാണെങ്കിൽ ഇതങ്ങ് പൊട്ടിച്ചേക്കാം. ഇതുകൊണ്ട് ബോംബ് ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല, ഉണ്ടാക്കി പൊട്ടിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇതങ്ങ് പൊട്ടിച്ചേക്കാം എന്ന് വിചാരിച്ചവൻ പൊട്ടിച്ചതാണ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയാണ് അന്വേഷണം. ഇപ്പോൾ അന്വേഷിച്ച് വന്നപ്പോഴാണ് തുർക്കിക്കും ഇതിലൊക്കെ പങ്കുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് കുറച്ച് അപ്പാഷെ ഹെലികോപ്റ്ററുകൾ അമേരിക്ക തരാമെന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ കയ്യും കാലും പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് നമ്മൾ പോയി വാങ്ങിച്ചതാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ വാങ്ങിച്ചു. ആ അപ്പാഷെ ഹെലികോപ്റ്ററുകൾ ലണ്ടനിൽ വെച്ച് അപ്രത്യക്ഷമായി. എങ്ങനെ അപ്രത്യക്ഷമായി? ലണ്ടൻ വരെ ഉണ്ടത്. പോളണ്ടിന് കൊടുക്കാമെന്ന് പറഞ്ഞ അപ്പാഷെ ഹെലികോപ്റ്ററുകൾ പോളണ്ടിലെത്തി, നമ്മുടെ കാണാനില്ല. ഇത് തിരിച്ചുപോയി ലണ്ടനിൽ നിന്ന്. എങ്ങനെ തിരിച്ചുപോയി? തുർക്കി ഇവന്മാർക്ക്, അതായത് നമുക്ക് കൊണ്ടുവരാനുള്ള ഹെലികോപ്റ്ററിന് വ്യോമപാത അമേരിക്കയ്ക്ക് തുറന്നു കൊടുത്തില്ല എന്നുള്ളതാണ് ആരോപണം. അതുകൊണ്ട് ഇവർ തിരിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. ഓക്കെ, പോട്ട് പുല്ല് എന്ന് പറഞ്ഞ് നമ്മളത് വിട്ട്, ശരി പോട്ടെ, അതിനൊക്കെ ഉള്ള പണി ചായയും വടയും നമ്മൾ തരാം, എന്തായാലും തന്നിരിക്കും. തരുമ്പോൾ നല്ല യമണ്ട അടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. സുഡാപ്പികൾക്ക് നല്ല രീതിയിൽ രോധിക്കാനുള്ള സെറ്റപ്പ് തന്നെ. പിന്നെ പാകിസ്ഥാൻ അത് വേറൊരു ഗാസയാക്കും, അതൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആക്കിയിരിക്കും. മനസ്സിലായില്ലേ? അത് വേറൊരു ഗാസയാക്കിയിരിക്കും. അപ്പോൾ സ്ത്രീകൾ, കുട്ടികൾ, മറ്റേ ഗർഭിണികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കരയാനായിട്ട് ഒരുപാട് പേര് വരുമല്ലോ. അത് അവരെ ഉദ്ദേശിച്ചാണ് ബിപിൻ റാവത്ത് പറഞ്ഞിരിക്കുന്നത് 0.5 വാർ ഫ്രണ്ട് രാജ്യത്തിനകത്തായിരിക്കുമെന്ന്.
മറ്റവൻ്റെ വീട് ബോംബ് വെച്ച് തകർത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. ഈ ഉമർ നബി എന്ന് പറയുന്നത് അവൻ്റെ ഭാര്യ മക്കളെയൊക്കെ പിടിച്ച് വീട്ടിൽ നിന്ന് വിളിയിറക്കി കസ്റ്റഡിയിൽ വെച്ചിട്ട് വീടൊക്കെ ബോംബ് വെച്ച് തകർത്ത്. ഇത്രയൊക്കെ കരുണയും ദയയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. നിനക്കൊക്കെ ഇനി അതേ ഉള്ളൂ, അണ്ണാക്കിലിട്ട് പൊട്ടിക്കും. നമുക്കിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കണം, അത്രമാത്രമേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് ഡെവലപ്ഡ് നേഷനായി നമ്മുടെ രാജ്യത്തിന് മുന്നിലേക്ക് വരണം. അതിൻ്റെ ഇടയിൽ ഈ ഡെവലപ്പിൻ്റെ ഇടയിൽ നിൻ്റെയൊക്കെ ഈ കുണച്ച പരിപാടി നമുക്കത് ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒന്ന് ചിന്തിച്ചാൽ തന്നെ അണ്ണാക്കിൽ മെസ്സേജിലിട്ട് പൊട്ടിക്കും. ചോദ്യം പറച്ചിലൊന്നുമില്ല, പൊട്ടിക്കുമെന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കും, അത് വേറെ കാര്യം. അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പം കോൺഗ്രസിൻ്റെ ഒരു വലിയൊരു സംസാരം എന്ന് പറഞ്ഞാൽ ബീഹാറിൽ ഇലക്ഷൻ ജയിച്ചത് ഈ ഡൽഹി തെരഞ്ഞെടുപ്പ്. ആദ്യം EVM കുറ്റം പറഞ്ഞു നോക്കി, അതിനുശേഷം വോട്ട് ചോരി. അതായത് EVM ഹാക്ക് ചെയ്ത് വെച്ചാൽ പിന്നെ എന്തിനിടെ വോട്ട് ചോരി? ഇനി ഇഥവാ വോട്ട് ചോരി നടക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് EVM ഹാക്ക് ചെയ്യേണ്ട ആവശ്യം? ആദ്യം നിങ്ങൾ പറഞ്ഞു EVM ഹാക്ക് ചെയ്തു, ഇപ്പോൾ പറയുന്നു വോട്ട് ചോരി, ഇപ്പോൾ പറയുന്നു ഡൽഹി ബ്ലാസ്റ്റാണ് ഇതിന് കാരണം. ഈ ഡൽഹി ബ്ലാസ്റ്റ് നടത്തിയത് BJP ആണ്, അത് ബീഹാറിൽ അധികാരം നിലനിർത്താനാണെന്നാണ് ഇവന്മാർ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും അതിലെനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. BJPക്ക് വേണ്ടി BJP അധികാരത്തിലെത്തിക്കാനായിട്ട് ഇവിടെയുള്ള സുഡാപ്പികൾ ഇറങ്ങി പൊട്ടിത്തെറിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് സത്യമായിട്ടും. കാരണം സുഡാപ്പികൾക്ക് BJP കണ്ടെടുത്താൽ കണ്ടുകൂടാ. അപ്പോൾ അവന്മാർ തന്നെ ഇറങ്ങി BJP അധികാരത്തിൽ എത്താനായിട്ട് പൊട്ടിത്തെറിക്കുന്നു എന്നാണ് ഇവന്മാരുടെ ഭയങ്കരമായിട്ടുള്ള കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. ഭയങ്കര വിരോധാഭാസമാണ്, അതൊക്കെ വേറെ കാര്യം. ഇതിൻ്റെ ലോജിക്കും കാര്യങ്ങളൊന്നും ചോദിക്കില്ല, അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. രാഹുൽ ഗാന്ധി വോട്ട് ചോരിയുടെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ അവതരിപ്പിക്കുന്നത് പോലെയാണ്. ലോജിക്ക് എനിക്കറിയില്ല. എൻ്റെ ജോലി എന്ന് പറയുന്നത് ജനാധിപത്യത്തെ സംരക്ഷിക്കലൊന്നുമല്ല, LOP എന്താണ്, പ്രതിപക്ഷ നേതാവാണ്, അത് ഞാൻ അങ്ങോട്ട് നടപ്പിലാക്കും. അതുപോലെയാണ് ഇവന്മാരുടെ ആരോപണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ ഈ കോൺഗ്രസിൻ്റെ കാലയളവിൽ എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കണ്ടേ. അതായത് ഈ കോൺഗ്രസിൻ്റെ കാലയളവിൽ എത്ര ബോംബ് പൊട്ടി, എവിടെയൊക്കെ പൊട്ടി, എത്ര തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ആലോചിക്കണ്ടേ. 2008 നവംബറിൽ മുംബൈ ഭീകരാക്രമണം നടക്കുന്നു. നമ്മുടെ താജ് ഭീകരാക്രമണം നടക്കുന്നു. ഈ താജ് ഭീകരാക്രമണം നടന്നിട്ട് നവംബറിൽ ഭീകരാക്രമണം നടന്നു. ഡിസംബർ സമയത്ത് ഡൽഹി തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ആ ഡൽഹി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ഡൽഹി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കുന്നു. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കോൺഗ്രസ് ജയിച്ചത്? കോൺഗ്രസ് തന്നെ ഈ താജ് ഭീകരാക്രമണം ആസൂത്രണം ചെയ്താണ് ജയിച്ചതെന്ന് ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ടുള്ള തെളിവുകളോടുകൂടി അങ്ങ് പറയും, അത് വേറെ കാര്യം. അതായത് ഭീകരർ എങ്ങനെയാണ് നുഴഞ്ഞു കയറിയത്, ആ നുഴഞ്ഞുകയറ്റം കോൺഗ്രസ് എന്തുകൊണ്ട് തടുത്തില്ല, അങ്ങനെ ഭീകരർ വന്നപ്പോൾ കോൺഗ്രസ് അവർക്ക് സപ്പോർട്ട് കൊടുത്തത് ഏത് രീതിയാണ്, എല്ലാം വിളിച്ച് പറയും. മനസ്സിലായില്ലേ? അത് ആലോചിച്ചോളണം, എല്ലാം വിളിച്ച് പറയും. അല്ലാതെ BJPയെക്കുറിച്ച് അങ്ങോട്ട് ആരോപണം ഉന്നയിച്ചിട്ട് അതെങ്ങനെ BJP ചെയ്താൽ ശരിയാവില്ലല്ലോ എന്ന് പറയുമ്പം വ്യക്തമായിട്ടുള്ള ധാരണയില്ലാതെ ലൊലലൊല എന്ന് പറയുന്നത് പോലെയല്ല, കൃത്യമായിട്ട് പറയും കോൺഗ്രസ് എങ്ങനെയാണ് ഇവരെ സപ്പോർട്ട് ചെയ്തത് എന്നുള്ള കാര്യം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 2008 ഈ മുംബൈ ഭീകരാക്രമണത്തിൽ എന്ത് സംഭവിച്ചു? മുംബൈ ഭീകരാക്രമണം കഴിഞ്ഞ് അടുത്ത മാസം വന്ന ഡൽഹി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വൻ വിജയത്തോടുകൂടി ജയിച്ചു. മിസോറാം തെരഞ്ഞെടുപ്പ് വന്നു, രാജസ്ഥാൻ തെരഞ്ഞെടുപ്പ് വന്നു. ഇവിടെ എല്ലാം കോൺഗ്രസ് ജയിച്ചു. 3 പാർട്ടി തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ജയിച്ചു. മിസോറാമിലും രാജസ്ഥാനിലും വേറെ പാർട്ടി അട്ടിമറിച്ചാണ് കോൺഗ്രസ് വന്നതെന്ന് നമ്മൾ ആലോചിക്കണം. അത് ആലോചിക്കുമ്പോഴാണ് ഈ താജ് ഭീകരാക്രമണം കോൺഗ്രസ് ആസൂത്രണം ചെയ്തതാണോ എന്നുള്ള ചിന്ത നമുക്ക് വരുന്നത് കേട്ടോ. അതാണ് സംഭവം. ഇനി 2005 ഒക്ടോബർ മാസം ഡൽഹി സീരിയൽ ബ്ലാസ്റ്റ് നടക്കുമ്പോൾ അതെവിടെയാണ്? കോൺഗ്രസിൻ്റെ റൂളിലാണ് ഈ ഡൽഹിയിൽ ഈ ബ്ലാസ്റ്റ് നടന്നത്. സീരിയലായിട്ടുള്ള ബ്ലാസ്റ്റാണ് ഡൽഹി നടക്കുന്നത്. അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തുടർന്ന് വന്ന ആസാം, തമിഴ്നാടു, പോണ്ടിച്ചേരി, ഇവിടെ എല്ലായിടത്തും കോൺഗ്രസ് സഖ്യമാണ് വിജയിക്കുന്നത്. അതായത് ഡൽഹി സീരിയൽ ബ്ലാസ്റ്റ് നടത്തി കോൺഗ്രസ് ഇവിടെ എല്ലായിടത്തും എന്ത് ചെയ്തു? ഇവരെ വിജയിപ്പിച്ചെടുത്തു എന്ന് നമുക്ക് പറയേണ്ടി വരും, ഇല്ലേ? ഇനി അടുത്തോണ്ട് തീർന്നില്ല. 2009 ജനുവരിയിൽ ആസാം ഗുവാഹത്തി സീരിയൽ ബ്ലാസ്റ്റ് നടക്കുന്നു. 2009 ജനുവരിയിൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. കാരണം ഇതിന് ശേഷമാണ് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആൻറ്റി ഇൻക്യുംപെൻസി എന്ന് പറയുന്ന, അതായത് ഈ സർക്കാരിനെതിരെയുള്ള അതിവൈകാരികമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്ന സമയത്ത് കോൺഗ്രസ് സർക്കാർ, മൻമോഹൻ സിംഗിൻ്റെ പാവ സർക്കാർ വീണ്ടും തിരിച്ചു വരുന്നത്. അതെങ്ങനെ വരുന്നു? ഈ ആസാം ഗുവാഹത്തിയിൽ സീരിയലായിട്ടുള്ള ബോംബ് ബ്ലാസ്റ്റ് നടത്തി ശ്രദ്ധ തിരിച്ചാണ് ഇവർ വീണ്ടും വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? ആണോ ഇല്ലയോ അതെനിക്ക് അറിഞ്ഞൂടാ, അത് വേറെ കാര്യം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അതല്ല, അതുപോലെയാണല്ലോ ഇവരിപ്പോൾ പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സീരിയൽ ബോംബ് ബ്ലാസ്റ്റിന് ശേഷം, ഈ ഗുവാഹത്തി ആസാം സീരിയൽ ബോംബ് ബ്ലാസ്റ്റിന് ശേഷം അതിൽ 40 പേരാണ് മരിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കണം, 40 പേര്. അത് മരിച്ചു കഴിഞ്ഞ ശേഷം ആന്ധ്ര, മഹാരാഷ്ട്ര എല്ലായിടത്തും കോൺഗ്രസ്സാണ് ജയിക്കുന്നത്. അത് വേറൊരു കാര്യം. ഇനി 1993 മഹാരാഷ്ട്ര ബോംബെ സീരിയൽ ബ്ലാസ്റ്റും കോൺഗ്രസ് റൂളിൽ നടക്കുകയാണ്. 1993 ഇതും ഇവന്മാരുടെ ഈ ഒരു സെറ്റപ്പിൻ്റെ ഇടയിൽ നടന്നു കഴിഞ്ഞ ശേഷം സെപ്റ്റംബറിൽ ഹിമാചൽ ഇലക്ഷൻ വന്നു, കോൺഗ്രസ് ജയിച്ചു. നവംബറിൽ മധ്യപ്രദേശ് ഇലക്ഷൻ വന്നു, കോൺഗ്രസ് ജയിച്ചു.
നവംബറിൽ തന്നെ മിസോറാം ഇലക്ഷൻ വന്നു, കോൺഗ്രസ് ജയിച്ചു. അതായത് മാർച്ചിൽ സ്ഫോടനം, സെപ്റ്റംബറിലും നവംബറിലും വന്ന 3 സംസ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ജയിക്കുന്നു. അപ്പോൾ ഇതാണ് കോൺഗ്രസ് റൂളിൽ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഒരു ഗതിയും പരഗതിയില്ലായിരുന്നു. ഇന്ന് നരേന്ദ്രമോദി ഈ ബ്ലാസ്റ്റ് നടത്താൻ പോകുന്നവന്മാരെ പിടിക്കാനുള്ള ആ തത്രപ്പാടിനിടയിൽ അവന്മാർ എക്കും പൊക്കും ഇല്ലാതെ പൊട്ടിച്ച സാധനമാണ്. ബോംബ് പോലും ഉണ്ടാക്കിയിട്ടില്ല, ഒരു വിഷം തയ്യാറാക്കി വെച്ചിരിക്കുകയായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ പൊട്ടിച്ചതാണ്. മറ്റേത് അങ്ങനെയല്ല. മറ്റേത് ഒരു സുരക്ഷയില്ലായിരുന്നു, ഇങ്ങനെ തുറന്ന് മലത്തി അടിച്ചിട്ടേക്കായിരുന്നു. വന്ന് പൊട്ടിക്കുക, പോവുക. അത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കുക. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ സ്വന്തം ആസനത്തിലുള്ള വെടിയായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നരേന്ദ്രമോദി ഹിന്ദിയിൽ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞത് ലവണേന ഭോജനം എന്നാണ്. അതായത് ലവണേന ഭോജനം ഒരു ശ്ലോകമാണ്. പക്ഷേ മോദി പറഞ്ഞപ്പോൾ വേറെ എന്തോ ഒക്കെ ആയിപ്പോയി. അതങ്ങോട്ട് പറയേണ്ടി വരും. അപ്പോൾ ശരി.